ഇമ്മ ഞാൻ പോയി. 50 ഉറുപ്പ്യ എന്നും സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ 50 ഉറുപ്പ്യ തരും. കുട്ടികളൊക്കെ 200-300 കൊണ്ടല്ലേ. നിങ്ങൾ എനിക്കൊരു 100 ഉറുപ്പ്യ കാട്ടി. എനിക്ക് ബസ്സിനെ അങ്ങോട്ട് പോവാൻ 5, ഇങ്ങോട്ട് പോരാനും 5, പിന്നെ 40 ഉറുപ്പ്യ ബാക്കിയില്ലേ? എല്ലാരും കൊണ്ടുപോണ കണക്ക് നോക്കി നിക്കല്ലേ ജിട്ടാ. നിങ്ങൾക്ക് പൈസ തരാൻ വലിയ ബുദ്ധിമുട്ടാ. ഇപ്പാന്റെ പൈസ ഞങ്ങളതൊന്നും അല്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് എടുത്തരി. ഇപ്പാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താടാ ഓന് ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്നും 50 ഉറുപ്പ്യ കൊടുക്കലുണ്ട്. ഇന്ന് ഓനത് പോരാ, 100 വേണോരോ. എടാ എനിക്കൊരു കാര്യം അറിയോ, ഞാൻ എൻ്റെ അമ്മാനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 1 ഉറുപ്പ്യ പോലും എടുക്കാണ്ടായിരുന്നില്ല. എന്നും പണിക്കൂ. ഞാനത് ദൂരത്തടിച്ച് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ. ആ സമയത്താണ് ഇവിടെ നമ്മളെ കുടുംബത്തിൽ വന്ന് കയറേണ്ടത്. ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴേ എൻ്റെ കയ്യിലുള്ള പൈസ ഒക്കെ അവൾ വാങ്ങി ചെയ്യും. അന്ന് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു ആ സംഗതി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതാണ് ശരിയെന്നുള്ളത്. അന്ന് ഇപ്പാൻ്റെ പേരിലേ 1 സെൻറ്റ് ഭൂമിയും കൂടി ഉണ്ടായിരുന്നില്ല. പണിക്ക് പോകുന്ന തന്നെ ഉള്ളൂ. പണിക്ക് പോയി വന്ന പൈസ ഒക്കെ അവൾ മിച്ചം വെച്ച് എറുമ്പ് അരിമണി ശേഖരിച്ച് വെക്കൂലേ, അതുപോലെ ഉണ്ടാക്കി വെച്ചാണ് ഇതൊക്കെ. അങ്ങനെയാണ് ഈ ഭൂമിയും ഈ വീടും ഒക്കെ നമുക്ക് ഉണ്ടായത്. ലോണും കടവും ഒക്കെ ഉണ്ട്. എന്നാലും ഓളാണ് ഇതിനൊക്കെ മുന്നിൽ ഇറങ്ങിക്കേണ്ടത്. ഓൾക്ക് 1 ഉറുപ്പ്യ ചിലവാക്കുമ്പോഴേ അതിൻ്റെ വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണേ ജിമ്മാനോട് പൈസ വെച്ചപ്പോഴേ ഓള് ദേഷ്യപ്പെട്ടത്. അല്ലാതെ എന്നോട് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല. നീ ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോഴേ ആരെങ്കിലും എന്നോട് ചോദിച്ചു എൻ്റെ റോൾ മോഡൽ ആരാന്ന്. അപ്പം ജയ് ഈ ഇപ്പാൻ്റെ പേര് പറയരുത് കേട്ടോ. എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയണം. ഓളെ കണ്ടാണ് അടച്ച് പഠിച്ചേണ്ടത്. ഓളാണടാ ശരി.